താടി വെച്ചതിന്റെ പേരിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കിട്ടിയ, കളിയാക്കലുകൾ കിട്ടിയ ഒരു അഭിനേതാവ് ഉണ്ടെങ്കിൽ അത് ശ്രീ മോഹൻലാൽ ആയിരിക്കും. ലാലേട്ടൻ കഴിഞ്ഞ 7 വർഷത്തോളമായി താടി വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമകളിൽ അഭിനയിക്കുന്നത്. സിനിമകൾക്ക് പുറത്തും അദ്ദേഹം താടി എടുത്തുകൊണ്ട് അധികം നമ്മൾ കണ്ടിട്ടില്ല. അത് അദ്ദേഹം 2018 ഒടിയൻ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടക്സ് ട്രീറ്റ്മെന്റും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന മാറ്റങ്ങളും ഒക്കെ ആയിരുന്നു കാരണം. അതിന്റെ പേരിൽ ഒരുപാട് വലിയ വിമർശനങ്ങളും ഒരുപാട് കളിയാക്കലുകളും ഒക്കെ ലാലേട്ടൻ നിരവധി കേട്ടിട്ടുണ്ട്. പല സിനിമകളിൽ അദ്ദേഹം തുടരെ താടി വെച്ചുകൊണ്ട് അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ കരിയറിൽ മുൻപ് എങ്ങും ഇല്ലാത്ത വിധം അദ്ദേഹം താടി വെച്ചുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളായി മാറി. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളായി അങ്ങനെ അദ്ദേഹം വരുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ഇനി താടി എടുത്ത് അഭിനയിക്കില്ല, താടി ഇല്ലാതെ ലാലേട്ടന് ജീവിക്കാൻ കഴിയില്ല, അങ്ങനെ തുടങ്ങിയ പല വിമർശനങ്ങളുണ്ടായിരുന്നു. വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ ഒരുപാട് പരിധി വിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ആരാധകർ പക്ഷേ അത്തരം കളിയാക്കലുകളും വിമർശനങ്ങളും ഒക്കെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എങ്കിലും ഒടിയന് ശേഷം ലാലേട്ടൻ താടി എടുത്തുകൊണ്ട് വരുമ്പോഴൊക്കെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടന്റെ മുഖം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അതിനെല്ലാം ഒരു അവസാനം എന്നോണമാണ് തരുൺ മൂർത്തിയുടെ പുതിയ ചിത്രത്തിൽ ലാലേട്ടൻ താടി എടുത്തുകൊണ്ട് ജോയിൻ ചെയ്തത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലാലേട്ടന്റെ ചിത്രങ്ങൾക്കും അതുപോലെ വീഡിയോകൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും മലയാളികളും ഒക്കെ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. താടി എടുത്തതിന് ശേഷം ഇന്നാണ് ലാലേട്ടൻ ഒരു പൊതു ചടങ്ങിലേക്ക് എത്തുന്നത്. മാതൃഭൂമിയുടെ ഒരു പരിപാടിയിൽ ലാലേട്ടൻ ഇന്ന് തിരുവനന്തപുരത്ത് എത്തി. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലാലേട്ടനെ പഴയ ചുറുചുറുക്കോടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു മുഖത്തോടെ ഇന്ന് കാണാൻ കഴിഞ്ഞു. പേഴ്സണലി വളരെയധികം സന്തോഷമാണ്. ഒരുപാട് വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കുമുള്ള മറുപടി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലാലേട്ടന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനേക്കാൾ ഏറെ സന്തോഷം ഇനി അങ്ങോട്ട് ലാലേട്ടൻ്റെതായി വരാൻ പോകുന്ന സിനിമകളിലെല്ലാം ഇങ്ങനെ ഒരു രൂപത്തിൽ ലാലേട്ടന് പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ളതുമാണ്. മുൻപ് 1990 കാലഘട്ടത്തിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ലാലേട്ടന്റെ ശബ്ദത്തിനായിരുന്നു ചെറിയൊരു മാറ്റം. അത് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ലാലേട്ടന്റെ ശബ്ദത്തിൽ ചെറിയൊരു മാറ്റം വന്നു. അങ്ങനെ ലാലേട്ടന്റെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം വന്നതിന് ശേഷം റിലീസ് ചെയ്തൊരു സിനിമയായിരുന്നു പ്രിൻസ്. ആദ്യ ഷോ തുടങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ തിയേറ്ററിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കൂക്കുവിളികളുമായിരുന്നു. ലാലേട്ടന് വേണ്ടി മറ്റാരുമാണ് ഡബ് ചെയ്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരെ ഉന്നയിക്കപ്പെട്ടു. സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായി മാറി. എന്നാൽ ആ ഒരു വിമർശനങ്ങൾക്ക് ലാലേട്ടൻ മറുപടി നൽകിയത് തൊട്ടടുത്ത വർഷം തന്നെയായിരുന്നു. 97 റിലീസ് ചെയ്ത ലാലേട്ടനെ 2 ചിത്രങ്ങൾ ഇൻഡസ്ട്രി ഹിറ്റായി മാറി, ചന്ദ്രലേഖയും ആറാം തമ്പുരാനും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സീൻ തന്നെ ചന്ദ്രലേഖയിൽ ലാലേട്ടൻ്റെതായി ഉണ്ടായിരുന്നു. സമാനമായ സംഭവം തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നതെന്ന് പറയാം. ലാലേട്ടൻ ഇനി താടിയെടുത്ത് അഭിനയിക്കാൻ കഴിയില്ല, താടിയില്ലാതെ ലാലേട്ടൻ ഇനി കാണാൻ കഴിയില്ല തുടങ്ങിയ വലിയ വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആരാധകരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കാത്തിരുന്ന ഒരു ലുക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഇനി എന്തായാലും വരാനിരിക്കുന്ന കുറെ സിനിമകളിൽ ലാലേട്ടൻ ഈ ഒരു ലുക്കിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കട്ടെ. അദ്ദേഹത്തിൻ്റെതായി മികച്ച സിനിമകളും മികച്ച കഥാപാത്രങ്ങളും ഒക്കെ നിരവധി പുറത്തു വരട്ടെ.